പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ക്രൈമിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ഈ വാന്തലൊക്കെ ഉള്ളൂ. പക്ഷെ അതുണ്ടാക്കാൻ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ടൈം, അതിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണണമല്ലോ, ക്യാമറയിൽ റിയലിസ്റ്റിക് ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് ഔട്ട് കണ്ടിട്ടാണ് നമ്മൾ റിസൾട്ട് വെരിഫൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് സാധാരണ ആർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നോർമൽ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡൊക്കെ അടിക്കുക പരിപാടിയൊക്കെ ആയിരുന്നു നമ്മളെ കാലഘട്ടത്തിലെ ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തന്നെ, ഞാൻ തന്നെ അതിനകത്ത് ബ്രഷ് എടുത്ത് ഇറങ്ങിയിട്ട് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായിട്ട് ചെയ്തു പറയുമ്പോൾ അറിയാം. അപ്പോൾ ഇത് എത്രത്തോളം വലിയ വർക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചെയ്തു ആ ഡെഡ് ബോഡിയുടെ കേസ് പറഞ്ഞില്ല, അത് എന്തിനു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണോ? മലയാളികൾ ചെയ്തൊരു ഹിന്ദി മൂവി, അതിന്റെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത് 2021 സമയത്താ, 21 ബറോസിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു അത് ഞങ്ങൾ ചെയ്തത്. ഈ മാർക്കോയിൽ വേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തൊക്കെയായിരുന്നു? ടോർസോ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ടോർസോ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ലിസ്റ്റ് അയച്ചു തരിക അവർ ചെയ്യുന്നത്. 10 കൈ 10 കാല് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പം ടോർസോയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ആർട്ട് ഡയറക്ടറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആർട്ട് ഡയറക്ടർ സുനിലേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു എവിടം വരെ വേണം എന്നുള്ളതിൻ്റെ ഒരു സ്കെച്ച്, ഒരു സംഭവം, അത് ഡീറ്റെയിൽ ഒന്നുമല്ല, ഒരു ലൈൻ സ്കെച്ച് പറഞ്ഞുതരും, ഇവിടം വരെയുള്ള ഒരു ലൈൻ സ്കെച്ച് വന്നിട്ട് ഇന്ന ആസിഡ് ഒഴിച്ചിട്ട് ഉരുക്കിയിട്ടുള്ള സംഭവം പറഞ്ഞ് കുറച്ച് മൂവീസിലെ കുറച്ച് റെഫറൻസ് തന്ന് ഇങ്ങനെ ദേഹമൊക്കെ ഇച്ചിരി പൊള്ളിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാനത് പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഗൂഗിളിലൊക്കെ കുറച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാധനം നമുക്ക് അങ്ങനെ ആസിഡിൽ ഉരുക്കിയിട്ട് കിട്ടുന്നൊരു സാധനം കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെ ഐഡിയയിൽ സംഭവം നമ്മുടെ കായംകുളത്തൊരു കെമിക്കൽ ഷോപ്പുണ്ട്. സംഭവം നമ്മൾ കായംകുളത്തുനിന്ന് ഒരു സ്കെൽട്ടൻ, ഞങ്ങൾ മൂവിയുടെയൊക്കെ വർക്കിനായിട്ട് സ്കെൽട്ടൻ വാങ്ങുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു സ്കെൽട്ടൻ വാങ്ങിയിട്ട് അനാട്ടമി ഇത് കീറിയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ബോഡി ഉള്ളിൽ പാർട്സുകൾ, അതെല്ലാം ഞങ്ങൾ മേക്ക് ചെയ്ത് അതെല്ലാം ഉണ്ടാക്കി ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് ഇതിനെ പിന്നെ നമ്മൾ ഈ എല്ലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തോൽ ഉരുകിയ രീതിയിൽ ഞങ്ങൾ സിലിക്കൺ വെച്ചിട്ട് വർക്ക് ചെയ്ത് ഇതായിരുന്നു ആദ്യമേ നമ്മൾ ഒരു ഫോം ഉണ്ടാക്കിയത്. കത്തിക്കരിഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഫോം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മേക്കപ്പ് മാൻ വന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പം പുള്ളി പറഞ്ഞു അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ കുറച്ചുകൂടെ ഭീകരമായ അവസ്ഥയാണ്, ഈ തലയൊക്കെ ഊർന്ന് അസ്ഥിക്ക് ഉള്ളിലോട്ട് ഇടിഞ്ഞ് കയറണം, കൈയൊക്കെ ബോഡിയിലോട്ട് ഒട്ടി ചേർന്നൊരു ബോക്സിനകത്ത് കൊണ്ടുവരുന്ന രീതിയിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതനുസരിച്ചിട്ട് പിന്നെ വർക്ക് ചെയ്ത് ബറോസിൻ്റെ ലൊക്കേഷനിൽ പോയ സമയത്ത് ഗോവയിൽ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു നായ റോഡിൻ്റെ സൈഡിൽ അത് അവിടെ കിടന്ന് ചത്തിട്ട് അത് അങ്ങ് പുഴുവൊക്കെ കയറിയിട്ട് അതങ്ങ് ഈ ബോഡിയിലോട്ട് ഈ സ്കിന്നെല്ലാം കൂടെ വലിഞ്ഞിട്ട് ഒട്ടിയിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഒരു കളർ ടോണും കാര്യങ്ങളും ഒക്കെ അങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ട വിഷ്വൽസും സാധനങ്ങളൊക്കെ ആ സമയത്ത് ദയവായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ആ സമയത്ത് കിട്ടും. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൻസും കയ്യിലുണ്ടായിരുന്നില്ല. അത് ആ സമയത്ത് നമുക്ക് ഈ പാലറ്റിൽ കുറേ കളറുകൾ ഇങ്ങനെ എടുത്ത് വെക്കും. ആ സമയത്ത് പെട്ടെന്ന് മിക്സ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് നമ്മുടെ മെമ്മറിയിലുള്ള സാധനങ്ങൾ ആ ടൈമിൽ ദൈവമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ആ സാധനം കളർ ചെയ്ത് വന്നപ്പോഴത്തേക്കും രസകരമായിട്ടുള്ളൊരു ഔട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവർ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതിനകത്ത് ലൈവിന് വേണ്ടിയിട്ട് അതിനകത്ത് പുഴുക്കളിട്ട് പിന്നെ എന്തോ പഴച്ചാറുകൾ തേച്ച് അങ്ങനെയൊക്കെ കേട്ടു. ഞാൻ ലൊക്കേഷനോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഔട്ട് ഈ സംഭവം കൊടുത്തത് നല്ല രസകരമായിട്ട് അവർക്ക് വേണ്ട ഒരു ഔട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല ഒരു ഇച്ചിരി കഷ്ടപ്പാടുള്ളൊരു വർക്കായിരുന്നു. മാർക്കോയിൽ ഏറ്റവും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വർക്ക് അതായിരുന്നു. പിന്നെ കുറച്ച് അധികം സംഭവങ്ങളുണ്ടായിരുന്നു. കൈ കുത്തി ഒടിച്ചിട്ട് എല്ല് വരുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ടാസ്കുകൾ എന്ന് പറയുമ്പം ഈ കൈയൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും വളച്ച് പിന്നെ ഈ സെയിം സാധനം തന്നെ തിരിച്ചു വളയ്ക്കാനൊക്കെയുള്ള നമുക്ക് അതിൻ്റെ ആ ഒരു സ്പ്രിങ് ആക്ഷന് വേണ്ടിയിട്ട് ആ കമ്പികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഒരു മുറിവ് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളൊരു താല്പര്യപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് അറിയാം. ഇത് കീറിയിട്ട് ഇതിനുള്ളിൽ കൂടെ കുടൽ എല്ലാം കൂടെ വെളിയോട്ട് ചാടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ലെയറുകൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്കിന്നിൻ്റെ അടിയിലുള്ള അടുത്ത ലെയർ, അതിനടുത്ത ലെയർ, അങ്ങനെ ഓരോ ലെയറും വർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കൈ കട്ട് ചെയ്യുന്ന സീനിന് വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന പോർഷൻ കൃത്യമായിട്ട് നമ്മൾ അതിനകത്തുള്ള ബ്ലഡ് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് വെസൽസ് ഉണ്ടാക്കി അങ്ങനെ അത്രയും ബ്ലോക്ക് ചെയ്ത് അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മാർക്കോ പുറത്തു വന്നതിന് ശേഷം ചില അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. സേതുവിനതിൽ വിഷമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മാർക്കോയിൽ പ്രോസ്തറ്റിക് ഡിസൈനർ എന്ന് അതൊരു സെപ്പറേറ്റ് ഞാൻ എൻ്റെ പേര് സേതു, പിന്നെ വിക്കി, പിന്നെ അജയ്, അപ്പോൾ ഞങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഈ വർക്കെല്ലാം ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു സംഭവം എന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വർക്ക് ഞങ്ങളല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. അത് ഞങ്ങളടുത്ത് ആ വർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ ടൈമിൽ നമുക്കത് ചെയ്യാൻ ഉള്ള സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തില്ല വർക്ക്. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാരിങ്ങനെ പറയുന്നു, ഇത് സേതു ചെയ്ത വർക്ക് ശരിയാകാത്തതുകൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വേറെ ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം. അതായത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്യാത്ത അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തില്ല. ചെയ്ത് കൊടുത്തില്ലെന്ന് വെച്ചാൽ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തത് ശരിയാകാത്തതുകൊണ്ട് വേറെ ആളിനെ വിളിച്ച് ശരിയാക്കിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവകാശവാദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ്, പ്രോസ്തറ്റിക്സ് ഇത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം മേക്കപ്പ് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മേക്കപ്പ് മാൻ്റെ അണ്ടറിലുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ഈ പ്രോസ്തറ്റിക് ഡിസൈനർ നമ്മൾ ഈ കൈ, കാല്, ഈ സാധനങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടുന്ന് നമ്മൾ ആർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, മേക്കപ്പ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല ചേട്ടന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പം ഈ ഒരു ഡിഫറൻസ് മിക്ക ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല. സ്പെഷ്യലൈസേഷൻ ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെയൊക്കെ ഡെവലപ്ഡ് ആവും. അങ്ങനെ ഒരു ഡെവലപ്പായി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ പ്രോസ്തറ്റിക് മേക്കിംഗ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ ശരി? അതെ. മോൾഡ് എന്ന് പറയുമ്പോൾ ഒരു അച്ച് മാത്രമാണ്. അച്ച് ഉണ്ടാക്കിയല്ല നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പറയുന്നു ഡെമോ മാത്രം ഉണ്ടാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡെമോ അല്ല, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു മോശം പേര് വരത്തില്ലേ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മോൾഡ് വർക്ക് മാത്രമേ ചെയ്തെങ്കിൽ ഒരിക്കലും ഡയറക്ടർ ടീം നമുക്ക് അതിനകത്ത് ഒരു പേര് തന്ന് നമ്മുടെ ഡയറക്ടർ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. അപ്പം പുള്ളി, പിന്നെ അതുപോലെ തന്നെ അദ്വൈത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ അദ്ദേഹം, അവരൊക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം മൂവിയിൽ അങ്ങനെ ഒരു ടൈറ്റിൽ തന്നത്. അവർ അത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും മോൾഡോ അല്ലെങ്കിൽ ഡെമോയോ ചെയ്ത് കൊടുത്തെങ്കിൽ ഒരിക്കലും അവരങ്ങനെ അത് ചെയ്യത്തില്ലായിരുന്നു. ഏത് അപ്പം അതിന് അവരോട് നന്ദി പറയുന്നു. ഒരു പാർട്ട്, ഇപ്പം ഞാനൊരു കൈ ഉണ്ടാക്കി കൊടുക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു, അവരതിനകത്ത് വേണ്ട ബ്ലഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും അവിടുന്ന് സ്പോട്ടിൽ ബ്ലഡ് സ്പ്ലാഷ് ചെയ്യുന്ന സാധനമോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് പാച്ച് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ റോട്ടോ ചെയ്ത് മാറ്റാൻ VFXൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് VFX എന്ന് പറയുന്ന സാധനത്തിന് ഇതിനകത്ത് അവകാശമുള്ളതാണ്. അവർക്കും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂല്യവും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മുൻപ് ഉണ്ടായിരുന്നില്ല. ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല.